സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്കയിലാണ് നമ്മൾ എല്ലാവരും. 2018 മുതൽ ഇന്ന് വരെ അടിക്കടി ഉണ്ടാകുന്ന വൈറസ് ബാധയുടെ ഉറവിടം കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. 2018 മെയ് മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായി നിപ്പ വൈറസ് രോഗബാധയുണ്ടാകുന്നത്. 28 പേരിൽ രോഗലക്ഷണം കണ്ടെങ്കിലും 18 പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 17 പേർ മരണമടഞ്ഞു. പൂനെയിലെ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആദ്യമായി രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര എന്ന ഗ്രാമത്തിലായിരുന്നു പകർച്ചവ്യാധിയുടെ ഉറവിടം. പഴംതീനി വവ്വാലുകളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പടർന്നതെന്ന് വ്യക്തമായിട്ടുണ്ട്. രോഗം ബാധിച്ച് മരിച്ച 17 പേർക്കും രോഗം പടർന്നത് ആദ്യ നിപ്പ വൈറസ് ഇരയായ പേരാമ്പ്ര ചങ്ങരോത്ത് പഞ്ചായത്തിലെ മുഹമ്മദ് സാബിത്തിൽ നിന്നാണെന്നും തെളിഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് 2019 ജൂണിൽ കൊച്ചിയിൽ 23-കാരനായ വിദ്യാർത്ഥിയെ നിപ്പ വൈറസ് ബാധിച്ചെങ്കിലും ചികിത്സയെ തുടർന്ന് രോഗം ഭേദമായി. 2021 സെപ്റ്റംബറിൽ കോഴിക്കോട് 12 വയസ്സുള്ള കുട്ടിയാണ് പിന്നീട് നിപ്പ ബാധിച്ച് മരിച്ചത്. നിപ്പ വൈറസ് രോഗത്തിന് പ്രത്യേക മരുന്നുകളോ വാക്സിനോ ഇല്ല എന്നത് തന്നെയാണ് ആശങ്കയുടെ ആഴം കൂട്ടുന്നത്. വൈറസുകളെ നശിപ്പിക്കുന്ന റിബാവിറിൻ എന്ന മരുന്ന് പരീക്ഷണ ഘട്ടത്തിലാണ്. വാക്സിൻ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം നടന്നുവരികയാണ്. ഈ സാഹചര്യത്തിൽ എന്താണ് നിപ്പ വൈറസ് എന്ന് നോക്കാം. മൃഗങ്ങളിലും മനുഷ്യരിലും കടുത്ത ശ്വാസകോശ നാഡീ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഒരു സൂനോട്ടിക് വൈറസാണ് നിപ്പ. 1998 മലേഷ്യയിലും തുടർന്ന് സിംഗപ്പൂരിലുമാണ് നിപ്പ വൈറസ് രോഗം ആദ്യമായി സ്ഥിരീകരിച്ചത്. എല്ലിനോ പ്രതിഭാസം മലേഷ്യൻ കാടുകളെ നശിപ്പിച്ചതോടെ കാട്ടിലെ കായ്കനികൾ ഭക്ഷിച്ച് ജീവിച്ചിരുന്ന വവ്വാലുകളിൽ നിന്നാണ് നിപ്പ വൈറസ് പന്നി ഉൾപ്പെടെയുള്ള നാട്ടുമൃഗങ്ങളിലേക്ക് വ്യാപിച്ചത്. പിന്നീട് ജനിതക മാറ്റം വന്ന വൈറസാണ് മനുഷ്യരിലേക്കും പടർന്നത്. മലേഷ്യയിലെ നിപ്പ എന്ന സ്ഥലത്ത് ആദ്യമായി കണ്ടെത്തിയതുകൊണ്ടാണ് നിപ്പ എന്ന പേരിൽ ഈ വൈറസ് അറിയപ്പെടുന്നതും. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് മാത്രം പകർന്നിരുന്ന നിപ്പ വൈറസ് ജനിതക മാറ്റം സംഭവിച്ചതുകൊണ്ടാവണം മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പടരുന്നത്. പ്രധാനമായും പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുന്ന ടെറോപ്പസ് ജനുസിൽപ്പെട്ട വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ പ്രകൃതിദത്ത വാഹകർ. വവ്വാലിന്റെ കാഷ്ടം, മൂത്രം, ഉമിനീർ, ശുക്ലം എന്നീ സ്രവങ്ങളിലൂടെയാണ് വൈറസ് പുറത്തേക്ക് വ്യാപിക്കുന്നത്. വവ്വാലുകൾ ഭക്ഷിച്ചുപേക്ഷിക്കുന്ന ഫലങ്ങളിലൂടെയും വവ്വാലുള്ള സ്ഥലങ്ങളിൽ കലങ്ങളിൽ ശേഖരിക്കുന്ന പാനീയങ്ങളിലൂടെയുമാണ് പ്രധാനമായും രോഗം പടരുന്നത്. മലേഷ്യയിൽ വവ്വാലുകളിൽ നിന്നും പന്നികളിലേക്കും തുടർന്ന് മനുഷ്യരിലേക്കും രോഗം പടർന്നിരുന്നു. മലേഷ്യയിൽ മാത്രമാണ് പന്നികളിൽ നിന്നും രോഗം മനുഷ്യരിലേക്ക് പകർന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗിയുടെ സ്രവങ്ങളിലൂടെയാണ് രോഗം മറ്റുള്ളവരിലേക്ക് പകരുന്നത്. പനി, തലവേദന, തലകറക്കം, ചുമ, ബോധക്ഷയം മുതലായവയാണ് നിപ്പ രോഗലക്ഷണങ്ങൾ. തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് മരണത്തിന് കാരണമാവും. 40% മുതൽ 60% വരെയാണ് മരണനിരക്ക്. RT-PCR എലിസ ടെസ്റ്റുകൾ വഴിയാണ് രോഗനിർണയം നടത്തുന്നത്. മരണമടയുന്ന രോഗികളുടെ അവയവകോശങ്ങൾ ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗം കൃത്യമായി നിർണയിക്കാൻ കഴിയും. ഫലപ്രദമായ വാക്സിനുകളൊന്നും നിലവിൽ വികസിപ്പിച്ചെടുത്തിട്ടില്ലെന്നിരിക്കെ ജാഗ്രതയാണ് നിപ്പയ്ക്കെതിരായ ഏറ്റവും നല്ല പ്രതിരോധ മാർഗം.